ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? എൻ്റെ അടുത്ത് കമൻസിലൊക്കെ കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട് ആട്ടിൻ തലക്കറി ഉണ്ടാക്കി കാണിക്കുമോയെന്ന്. അപ്പോൾ കറി ഉണ്ടാക്കുന്നതും അത് ക്ലീൻ ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കത്തി നന്നായിട്ട് മൂർച്ച കൂട്ടട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ചെയ്യുന്നതെന്ന്. കത്തി മൂർച്ച കൂട്ടുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ പൊട്ടിച്ചെടുത്ത ആട്ടിൻ തല തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. എന്നാലും ചില പീസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തിയൊക്കെ നന്നായിട്ട് മൂർച്ച കൂട്ടി വെക്കാദ്യം. അപ്പോൾ ഇതിലിപ്പോൾ 1 കിലോ ആട്ടിൻ തലയാണ് കേട്ടോ ഉള്ളത്. ഇതിപ്പോൾ മൊത്തത്തിൽ നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ 1 കിലോൻ്റെ അളവാണ്. ഇതിപ്പോൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഫുള്ള് പൊട്ടിച്ചെടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്കിങ്ങനെ ഷോപ്പിൽ തന്നെ നമുക്ക് അവരുടെ അടുത്ത് പൊട്ടിച്ച് തരും നമ്മൾ പറഞ്ഞാൽ. പിന്നെ നമ്മൾ പൊട്ടിക്കാത്ത നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ ഇതിലോട്ട് ഇനിയിപ്പോൾ ചൂടുവെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതിലുള്ള വേണ്ടാത്ത പാടയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒക്കെ മാറ്റിയെടുക്കാം, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ലോണം ചൂട് നല്ല ചെറിയ ചൂട് ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഇതിൻ്റെ പുറത്തൊക്കെ പാട പോലെയും അതുപോലെ വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റാം. അപ്പോൾ പൊട്ടിക്കാത്ത ആട്ടിൻ തലയാണെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതൊക്കെ അതൊക്കെ മനസ്സിലാക്കി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ ഞാനങ്ങനെ പൊട്ടിക്കാത്ത ആട്ടിൻ തല ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല ഇതുവരെ. എൻ്റെ വീട്ടിലൊക്കെ മുമ്പ് ചെയ്യാറുണ്ടായിന്, ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. ഞാൻ മുമ്പും ഈ ഒരു ആട്ടിൻ തലക്കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ പൊട്ടിച്ചെടുത്ത ആട്ടിൻ തല തന്നെയാണ് കേട്ടോ. അല്ലാതെ അത് ഫുള്ളായിട്ട് വാങ്ങിയിട്ട് നമുക്കത് ക്ലീൻ ചെയ്യുന്നതും പിന്നെ അത് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നല്ലത് നമ്മൾ ഇതുപോലെ പൊട്ടിച്ചെടുത്ത് വാങ്ങുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴും അത് പിന്നെ കഴിക്കുന്ന സമയത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാനും അതൊക്കെ ഒരു രസം തന്നെയാണ്. കുറേ പേർക്ക് അങ്ങനെ ഇഷ്ടമാണ് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കഴിക്കുമ്പോൾ അതൊന്ന് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഒക്കെ കഴിക്കുന്നത്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഫുള്ളായിട്ടുള്ളത് എനിക്കങ്ങനെ കഴിയില്ല കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്ത് വാങ്ങിയത്. അപ്പോൾ എങ്ങനെ വാങ്ങിയാലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ പൊട്ടിക്കാത്ത വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ വാങ്ങാം. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഒന്നും കൂടി എളുപ്പമാണ്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മാറ്റുക. അതുപോലെ വലിയ വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ബൊണ്ട് എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ ഉണ്ട് ഇതിലെല്ലാം മിക്സാണ്. അപ്പോൾ എന്നിട്ട് ഒക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് ഇത് 2-3 പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഒരു 2-3 പ്രാവശ്യം ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഒന്ന് വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ വേണ്ടാത്തതൊക്കെ മാറ്റുക. എന്നിട്ട് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് വാർന്നെടുക്കുന്നതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഇതിലുള്ള ബുണ്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വലിയ വലിയ പീസസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ലോണം ചെറുതാക്കി എടുക്കണമെന്നില്ല. ഇനി നമുക്കിത് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എന്തിലാണോ വേവിക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ. പിന്നെ ഞങ്ങൾ ഫുള്ളായിട്ടുള്ള ആട്ടിൻ തലയാണ് കറി വെക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം ഒരിച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു വലിയ സവാള തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് പച്ചമുളക്, എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനൊരു മീഡിയം സൈസിലുള്ള 6 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത മല്ലിപ്പൊടിയാണ്, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് തരിതരിപ്പോടെ പൊടിച്ച കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഓൾറെഡി ഇതിപ്പോൾ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ഇതാണല്ലോ ഈ ഒരു ആട്ടിൻ തല. മൊത്തത്തിൽ ഇതിൽ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ടൊരു ഇച്ചിരി വെള്ളം എന്തായാലും വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അരക്കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവാനുള്ള ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 5 വിസിൽ, ഈ ഒരു കുക്കറിൽ 5 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ പാകത്തിനാകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കുക്കറിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 4, 5, 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 5 വിസിൽ വരുന്ന വരെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ മുകളിലോട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, 1-2 ടേബിൾ സ്പൂണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 5 വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല പാകത്തിനുള്ള വേവ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ചാറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളിതൊന്നും കൂടെ വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നമുക്ക് ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നീട് പറയാം. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ പാത്രം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളക് 3 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 20 എണ്ണം ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 8-10 ചെറിയ ഉള്ളിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട്. അപ്പം നിങ്ങൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലുള്ള ഒരു 4 സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 20 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ല, നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആട്ടിൻതല വേവിച്ച് വെച്ചത് മൊത്തത്തിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിൽ ചാറ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിലിപ്പോൾ അങ്ങനെ കൂടുതൽ ഇതിൽ ഗ്രേവിയൊന്നുമില്ല. അപ്പോൾ പിന്നീട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് ഇത് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് നേരം ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 5-10 മിനിറ്റ്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാട്ടെ. ഞാനൊരു പരണ്ടിരിക്കുന്ന പരുവത്തിലാണിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പിന്നീട് പറയാട്ടെ. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക്, തരിപ്പോടെ പൊടിച്ച കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഫൈൻ പൗഡർ അല്ല, ഒരു തരിപ്പോടെ പൊടിച്ചതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈ ഒരു സമയത്ത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക, ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഒരു ഇച്ചിരി വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു തിക്നെസ്സോടെയുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ, 1/4 പാലൊക്കെ ഇല്ലേ, 1/4 പാൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒഴിച്ചു കൂട്ടാൻ പരുവത്തിനുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ട് വേണമെങ്കിലും ഇതിലോട്ട് തേങ്ങ ഒന്ന് നന്നായിട്ട് വറുക്കുക, എന്നിട്ട് അരച്ചെടുക്കുക. അങ്ങനെ വേണമെങ്കിലും അപ്പോൾ ഒരു കറി ടെക്സ്ചറില്ലേ, ഒരു കുറുകിയ ചാറ്, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ കിട്ടും. ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്, ഇതുപോലെ ഒരു പരണ്ടിരിക്കുന്ന പരുവത്തിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കറി ടെക്സ്ചറായിട്ട് വരും. ഇതിപ്പോൾ ഈ ഒരു ഗ്രേവി ഈ ഒരു തിക്നെസ്സോടെയുള്ള ഒരു പരണ്ടിരിക്കുന്നൊരു ഗ്രേവി ടൈപ്പാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആട്ടിൻ തലക്കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഈ ഒരു പരണ്ടിരിക്കുന്ന ഒരു പരുവത്തിൽ ഈ ഒരു രീതിയിൽ. അപ്പോൾ മൊത്തത്തിൽ ഇതിൽ ആട്ടിൻ തലയുടെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ബുണ്ടും എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് പറഞ്ഞൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ആട്ടിൻ തല ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കറി എന്തായാലും ഇഷ്ടപ്പെടും. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ല എത്ര എളുപ്പത്തിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരും ട്രൈ ചെയ്യുന്നവരും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്